പഞ്ചദശി ഓഡിയോ ബുക്ക് തുടരുന്നു. ബ്രഹ്മാനന്ദത്തിൽ യോഗാനന്ദ പ്രകരണം 11-ാം അധ്യായം. ഓഡിയോ ബുക്ക് തുടരുന്നു. വിഷയാനന്ദ രഹസ്യം. ബാഹ്യവിഷയങ്ങളെ ആശ്രയിച്ചുണ്ടാകുന്ന സുഖവും ശാന്തബുദ്ധിയിൽ ബ്രഹ്മാനന്ദം പ്രതിബിംബിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന സുഖം തന്നെയാണെന്ന് ചിന്തിച്ചാൽ അറിയാം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആഗ്രഹരൂപേണ മനസ്സ് പറ്റി നിന്ന് അത് കൈക്കലാക്കാൻ യത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാര്യമായ സുഖാനുഭവം ഒന്നും ഉണ്ടാകുന്നതായി കാണുന്നില്ല. നേരെ മറിച്ച് ആ പദാർത്ഥം കയ്യിൽ കിട്ടി, ആഗ്രഹം ഒന്ന് ശമിച്ചു, അപ്പോൾ സുഖവും അനുഭവിക്കുന്നു. ബുദ്ധി ശാന്തതലത്തിലായാൽ ബ്രഹ്മാനന്ദം അതിൽ പ്രതിബിംബിക്കുന്നു. ഇതാണ് നിയമം. ആഗ്രഹവും പ്രവൃത്തിയും നിലനിന്നിരുന്നപ്പോൾ ബുദ്ധി ഇളകി മറിഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് സുഖവും സാധ്യമായില്ല. ആഗ്രഹം നിറവേറിയപ്പോൾ ബുദ്ധിവൃത്തി ശാന്തമായി. ആത്മസുഖം അതിൽ പ്രതിബിംബിക്കുകയും ചെയ്തു. ഒരു ലൗകികന് ആഗ്രഹം നിറവേറ്റിയാലേ ബുദ്ധി ശാന്തതലത്തിലെത്തൂ. വീണ്ടും ആഗ്രഹങ്ങൾ പൊന്തുന്നതോടുകൂടി ആ ശാന്തത നഷ്ടമാകുകയും ചെയ്യുന്നു. ഒരു യോഗിക്കാകട്ടെ അഭ്യാസം കൊണ്ട് ഏതു പരിതസ്ഥിതിയിലും ബുദ്ധിയെ ശാന്തതലത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ കഴിയും. അതുകൊണ്ട് അദ്ദേഹം സദാ സന്തുഷ്ടനായി കഴിയുന്നു. വിഷയാനന്ദത്തിലും സുഖം ലഭിക്കുന്നത് ബ്രഹ്മസ്വരൂപത്തിൽ നിന്ന് തന്നെയാണെങ്കിലും ബാഹ്യവസ്തുക്കളെ അതിനായി ആശ്രയിക്കേണ്ടി വരുന്നതുകൊണ്ട് അത് അസ്വതന്ത്രമാണ്. നേരിട്ടുള്ള ബ്രഹ്മാനന്ദ അനുഭവത്തിന് ഈ അസ്വാതന്ത്ര്യം ഇല്ലെന്നുള്ളതാണ് ഒരു മെച്ചം. ത്രിവിധ ആനന്ദ വിവരണം. ബ്രഹ്മാനന്ദം, വിദ്യാനന്ദം, വിഷയാനന്ദം, ഇങ്ങനെ 3 വിധമാണ് ആനന്ദമെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിൽ വിദ്യാനന്ദത്തെ വാസനാനന്ദമെന്നും വിഷയാനന്ദത്തെ പ്രതിബിംബാനന്ദമെന്നും വേറെ പേരുകൾ ചൊല്ലിയും വിളിക്കാം. നിജാനന്ദമെന്നും യോഗാനന്ദമെന്നും ആത്മാനന്ദമെന്നും മുഖ്യാനന്ദമെന്നും ഒക്കെ അറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദത്തിൻ്റെ തന്നെ പര്യായ പദങ്ങളാണെന്നും അറിയേണ്ടതാണ്. ബുദ്ധിക്ക് സത്യത്തെ നേരിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ പിന്നെയുണ്ടാകുന്ന ആനന്ദങ്ങൾ കൂടിയും കുറഞ്ഞും വരാമെങ്കിലും എല്ലാം ബ്രഹ്മാനന്ദം തന്നെയാണ്. നേരിട്ട് സത്യത്തെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ധ്യാനത്തിലും ഉപാസനയിലും സ്മരണയിലും കൂടി ആ സത്യത്തെ ബുദ്ധി ഭാവന ചെയ്ത് സുഖിക്കുന്നു എന്ന് വന്നാൽ അതാണ് വാസനാനന്ദം അഥവാ വിദ്യാനന്ദം. ഒരിക്കൽ കൂടി വായിക്കാം. ധ്യാനത്തിലും ഉപാസനയിലും സ്മരണയിലും കൂടി ആ സത്യത്തെ ബുദ്ധി ഭാവന ചെയ്ത് സുഖിക്കുന്നു എന്ന് വന്നാൽ അതാണ് വാസനാനന്ദം അഥവാ വിദ്യാനന്ദം. ബാഹ്യവസ്തുക്കളെ അവലംബമാക്കി ബുദ്ധിയെ ശാന്തതലത്തിൽ കൃത്രിമമായി അല്പസമയത്തേക്ക് കൊണ്ടെത്തിച്ച് ആത്മാനന്ദത്തെ ബുദ്ധിയിൽ പ്രതിബിംബിച്ച് അനുഭവിക്കുന്ന സുഖമാണ് വിഷയാനന്ദം. വിഷയാനന്ദവും വിദ്യാനന്ദവും പ്രതിബിംബാനന്ദങ്ങളാണ്. പക്ഷേ രണ്ടിലും പ്രതിബിംബങ്ങളെ ഉളവാക്കാനുള്ള ഉപായങ്ങൾ ഭിന്നങ്ങളായതുകൊണ്ട് അവയെ രണ്ടായി പരിഗണിച്ചുവെന്നേ ഉള്ളൂ. ബ്രഹ്മാനന്ദമാകട്ടെ പ്രതിബിംബിച്ചു കിട്ടുന്ന ആനന്ദമല്ല, നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ബിംബഭൂതമായ ആനന്ദം തന്നെയാണ്. എന്തായാലും ഈ 3 തരം ആനന്ദങ്ങളിൽ നിന്നും ഭിന്നമായി ഒരാനന്ദം ഇഹലോകത്തോ പരലോകത്തോ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ബിംബഭൂതമായ ബ്രഹ്മാനന്ദം തന്നെയാണ് ബുദ്ധിയിൽ പ്രതിബിംബിച്ചിട്ട് വിദ്യാനന്ദത്തെയും വിഷയാനന്ദത്തെയും ജനിപ്പിക്കുന്നുവെന്ന് സ്പഷ്ടമായല്ലോ.
വിദ്യാനന്ദവും വിഷയാനന്ദവും ഇങ്ങനെ ഉണ്ടാകുന്നവയും മറയുന്നവയുമാണ്. ബ്രഹ്മാനന്ദമാകട്ടെ നിത്യവും നിർവികാരവുമാണ്. സംസാര പരിണാമ പ്രക്രിയ. ഉറക്കത്തിൽ അനുഭവ വിഷയമാകുന്നത് സ്വപ്രകാശജ്ഞാനരൂപമായ ബ്രഹ്മാനന്ദമാണെന്ന് ശ്രുതി യുക്തി അനുഭവങ്ങൾ കൊണ്ട് തെളിഞ്ഞു കഴിഞ്ഞല്ലോ. ഈ ബ്രഹ്മാനന്ദ അനുഭൂതിയിൽ നിന്നും ജാഗ്രതാദ്യവസ്ഥകൾ എങ്ങനെ പൊന്തുന്നു എന്ന് നോക്കാം. അക്കാര്യം വ്യക്തമായി ധരിച്ചാൽ ജാഗ്രതാദി അവസ്ഥകളിൽ തന്നെ ബ്രഹ്മാനന്ദം നേരിട്ട് അനുഭവിക്കാൻ വഴി എന്തെന്ന് കണ്ടുപിടിക്കാനും എളുപ്പമായി തീരും. എല്ലാം വിലയിച്ച് ആനന്ദമയമായിരിക്കുന്ന ജീവന്റെ അവസ്ഥയാണല്ലോ സുഷുപ്തി. അഗ്നികുണ്ഡത്തിൽ നിന്നും ജ്വാലകളെന്ന പോലെ ഈ വിലീനാവസ്ഥയിൽ നിന്ന് സങ്കല്പരൂപത്തിൽ ജീവൻ പൊന്തി വരുമ്പോഴാണ് വിജ്ഞാനമയനായി തീരുന്നത്. ഒരിക്കൽ കൂടി വായിക്കാം. ജാഗ്രതാദി അവസ്ഥകളിൽ തന്നെ ബ്രഹ്മാനന്ദം നേരിട്ട് അനുഭവിക്കാൻ വഴി എന്തെന്ന് കണ്ടുപിടിക്കാനും എളുപ്പമായി തീരും. എല്ലാം വിലയിച്ച് ആനന്ദമയമായിരിക്കുന്ന ജീവന്റെ അവസ്ഥയാണല്ലോ സുഷുപ്തി. അഗ്നികുണ്ഡത്തിൽ നിന്നും ജ്വാലകളെന്ന പോലെ ഈ വിലീനാവസ്ഥയിൽ നിന്ന് സങ്കല്പരൂപത്തിൽ ജീവൻ പൊന്തി വരുമ്പോഴാണ് വിജ്ഞാനമയനായി തീരുന്നത്. അഗ്നി ജ്വലിക്കുമ്പോൾ എവിടെയോ ഒളിഞ്ഞിരുന്ന ജ്വാല പുറത്തേക്ക് വരുന്നതായിട്ടാണല്ലോ നാം കാണുന്നത്. ജ്വാല നിലനിൽക്കുന്നിടത്തോളം അതങ്ങനെ കാണപ്പെടുകയും ചെയ്യും. അതുപോലെ വിലീനാവസ്ഥയിൽ നിന്നും ബുദ്ധിരൂപത്തിൽ വിജ്ഞാനമയനായി പൊന്തുന്ന ജീവൻ സ്ഥാനഭേദമനുസരിച്ച് സ്വപ്നത്തിനെയും ജാഗ്രത്തിനെയും ഉണ്ടാക്കുന്നു. വിജ്ഞാനമയനായ ജീവൻ കണ്ണിൽ സ്ഥിതി ചെയ്യുമ്പോൾ ജാഗ്രത്, കണ്ഠത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സ്വപ്നം, ഹൃദയത്തിലെത്തിയാൽ ഗാഠനിദ്ര. ഇങ്ങനെയാണ് അവസ്ഥാത്രയത്തിൻ്റെ സ്ഥാനനിർണയം. ജാഗ്രത അവസ്ഥയിൽ കണ്ണിലെത്തി നിൽക്കുന്ന ജീവൻ ആപാദമസ്തകം ശരീരത്തെ വ്യാപിച്ചു നിൽക്കുന്നുവെന്നറിയേണ്ടതാണ്. ശരീരമാസകലം വ്യാപിച്ചു നിൽക്കുന്ന ജീവൻ ശരീരവുമായി താദാത്മ്യം പ്രാപിച്ച് തദനുസരണം അഭിമാനം കൊള്ളാൻ തുടങ്ങുന്നു. അങ്ങനെ ഞാൻ മനുഷ്യനാണ്, പക്ഷിയാണ്, മൃഗമാണ് എന്നൊക്കെ ഭ്രമിക്കുന്നു. അഗ്നിയിൽ പഴുപ്പിച്ചെടുത്ത ഇരുമ്പു കട്ടിയുടെ സ്ഥിതിയാണിവിടെ. പഴുപ്പിച്ചെടുത്ത ഇരുമ്പു കട്ടിയിൽ സർവത്ര അഗ്നി വ്യാപിച്ചിരിക്കുന്നു. ഇവിടെ അഗ്നി സ്വയം ഇരുമ്പിൻ്റെ രൂപം കൈക്കൊണ്ട് അതിനെ പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ മനുഷ്യ ശരീരത്തിൽ ആപാദമസ്തകം വ്യാപിച്ചിരിക്കുന്ന ജീവൻ അതിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അതിനെ അങ്ങനെ പ്രകാശിപ്പിക്കുന്നു. അതിൻ്റെ ഫലമായി ഞാൻ മനുഷ്യനാണ് എന്ന അഭിമാനവും വന്നു ചേരുന്നു. അഭിമാനജന്യമായ സംസാര ചലനങ്ങളിൽ ഉദാസീനൻ, സുഖി, ദുഃഖി എന്നീ മൂന്നവസ്ഥകളിൽ മാറി മാറി ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. സുഖവും ദുഃഖവും കർമ്മഫലമായി വന്നു ചേരുന്ന അവസ്ഥകളാണ്. ഉദാസീനഭാവം സ്വതസിദ്ധവും കർമ്മജന്യങ്ങളായ സുഖദുഃഖങ്ങൾ രണ്ടു തരത്തിൽ വരാം. ബാഹ്യവിഷയങ്ങളെ ഭുജിക്കുന്നതുകൊണ്ടും മനോരാജ്യം കൊണ്ടും. സുഖദുഃഖ അനുഭവങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് പലപ്പോഴും വിഷയാനുഭവമോ മനോരാജ്യമോ ഇല്ലാത്ത തൂഷ്ണീഭാവം അഥവാ മൗനാവസ്ഥ അനുഭവപ്പെടാറുണ്ട്. ഇപ്പോൾ ഒരു ചിന്തയുമില്ല, സുഖമായി കഴിഞ്ഞുകൂടുന്നു. എല്ലാവരും ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഇവിടെ ചിന്താരഹിതമായ അവസ്ഥയിൽ നിന്നും ഉളവാകുന്ന നിജാനന്ദ അനുഭവമാണ് പ്രകടമാക്കുന്നതെന്ന് സ്പഷ്ടമാണല്ലോ. പക്ഷേ ഈ ഔദാസീന്യ വേളയിൽ ഉണ്ടാകുന്ന നിജാനന്ദത്തെ മുഖ്യമായ ആത്മാനന്ദമായി കരുതാൻ നിർവാഹമില്ല. അഹങ്കാരം അന്തർമുഖമായി ആത്മസത്തയെ ഗ്രഹിക്കുമ്പോൾ മാത്രമേ മുഖ്യമായ നിജാനന്ദം കൈവരുകയുള്ളൂ. അഹങ്കാരം ബഹിർമുഖമായി ഔദാസീന്യ വേളയിലും ശരീര താദാത്മ്യം സ്വീകരിക്കുന്നത് കൊണ്ട് ഒരു ലൗകികൻ്റെ ഔദാസീന്യ ദുഃഖത്തെ വാസനാനന്ദമായി മാത്രമേ കണക്കാക്കാൻ കഴിയൂ. കട്ടി കുറഞ്ഞ ഒരു തോൽ സഞ്ചിയിൽ തണുത്ത വെള്ളം നിറച്ചു വച്ചിരിക്കുന്നുവെന്ന് കരുതുക.
സഞ്ചിയുടെ പുറത്ത് തൊട്ടു നോക്കിയാൽ നല്ലപോലെ തണുപ്പ് അനുഭവപ്പെടും, എന്നാൽ ജലം കാണാനും ഉണ്ടാവുകയില്ല. പക്ഷേ തണുത്ത സ്പർശം വെള്ളത്തിൻ്റെ ഗുണമാണെന്ന് അറിയുന്നതുകൊണ്ട് അതിനുള്ളിൽ വെള്ളമുണ്ടെന്ന് ഊഹിക്കുന്നു. സങ്കല്പങ്ങളൊന്നുമില്ലാത്ത ഉദാസീനമായിരിക്കുന്ന ഘട്ടത്തിലെ ചിത്തവാസന കട്ടികുറഞ്ഞ തോൽ സഞ്ചി പോലെയാണ്. ആത്മസത്ത സഞ്ചിക്കുള്ളിൽ വെള്ളമെന്ന പോലെ വാസനയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു. സഞ്ചിയുടെ പുറമേ വ്യാപിക്കുന്ന തണുപ്പെന്ന പോലെ ആത്മാനന്ദം വാസനയിൽ വ്യാപിക്കുന്നു. അങ്ങനെ ചിത്തത്തിന് അത് അനുഭവിക്കാനും കഴിയുന്നു. എന്നാൽ ആത്മാവിനെ നേരിട്ടു കാണാൻ പറ്റുന്നുമില്ല. ഇതാണ് വാസനാനന്ദം. എന്നാൽ വാസനാനന്ദം തണുപ്പു സഞ്ചിക്കകത്തുള്ള വെള്ളത്തെ എന്നതുപോലെ മുഖ്യമായ ആത്മാനന്ദത്തെ ഊഹിച്ചറിയാൻ സഹായിക്കുന്നുവെന്ന് സ്പഷ്ടമാണല്ലോ. എപ്പോഴെപ്പോഴെല്ലാം സങ്കല്പങ്ങൾ അകന്ന് അഹങ്കാരം വിസ്മൃതപ്രായമാകുന്നുവോ അപ്പോഴെല്ലാം സൂക്ഷ്മദൃഷ്ടിക്ക് നിജാനന്ദത്തെ അനുഭവിച്ചറിയാൻ കഴിയും. അഭ്യാസം കൊണ്ട് ഈ അഹങ്കാര വിസ്മരണം നേടുന്നവർക്കേ ഇത് പറ്റൂ. സാധാരണ ലൗകികൻ പലപ്പോഴും ഈ ഔദാസീന്യ ആനന്ദം അനുഭവിച്ചാൽ പോലും അഭ്യാസം കൊണ്ടുള്ള അഹങ്കാര വിസ്മരണം ഇല്ലാത്തതുകൊണ്ട് നിജാനന്ദത്തെ ഊഹിച്ചറിയാൻ സമർത്ഥനാകുന്നില്ല. അഭ്യാസം കൊണ്ടുള്ള അഹങ്കാര വിസ്മൃതി പൂർണ്ണമായാൽ ബുദ്ധിസത്തയുടെ സൂക്ഷ്മതമ ഭാവത്തിൽ എത്തിച്ചേരും. ബോധത്തിൽ ലയം സംഭവിക്കാത്തതുകൊണ്ട് ആ സ്ഥിതി നിദ്രയാണെന്ന് പറയാനും വയ്യ. ശരീരത്തിന് പതനവും സംഭവിക്കുന്നില്ല. ദ്വൈതവസ്തു പ്രതിഭാസം അവിടെയില്ല. അത് ഉറക്കമല്ല, ഉത്കടമായ ആനന്ദം അനുഭവപ്പെടുന്നുമുണ്ട്. ഇതിനെ ബ്രഹ്മാനന്ദമെന്നാണ് ഭഗവാൻ അർജുനന് വിവരിച്ചു കൊടുക്കുന്നത്. ധൈര്യമവലംബിച്ച് ബുദ്ധിയെ ബാഹ്യവിഷയങ്ങളിൽ നിന്നും അകറ്റി അന്തർമുഖമാക്കണം. അനന്തരം പതുക്കെ പതുക്കെ സങ്കല്പങ്ങളിൽ നിന്നൊക്കെ അതിനെ ഉപരമിപ്പിക്കണം. ചലിച്ചകലാൻ അനുവദിക്കാതെ ഉള്ളിൽ ഉറപ്പിക്കണം. ഒരു ചിന്തയും കടന്നു വരാൻ അനുവദിക്കരുത്. സുഷുപ്തിയിൽ മനസ്സ് ലയിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ബോധപൂർവം സങ്കല്പങ്ങളെ അകറ്റി ഉപരമിപ്പിക്കുന്ന മനസ്സ് കൂടുതൽ കൂടുതൽ ഉണർന്നു വരുന്നതായി കാണാൻ കഴിയും. മനസ്സിൻ്റെ ഈ സംയമം കുറേശ്ശെ നേടിയെടുക്കേണ്ടതാണ്. ചലിച്ചു പുറത്തേക്ക് പോകാൻ മനസ്സ് സദാ തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കും. അതാതു സങ്കല്പങ്ങളിൽ നിന്നെല്ലാം പിന്തിരിപ്പിച്ച് സ്വാത്മരൂപത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തേണ്ടതാണ്. മനസ്സിൻ്റെ സങ്കല്പരഹിതമായ സ്ഥിതി തന്നെയാണ് സ്വാത്മരൂപസ്ഥിതി. ഇങ്ങനെ മനസ്സിനെ പിന്തിരിപ്പിച്ച് സങ്കല്പരഹിതമാക്കി ഉള്ളിൽ ഉറപ്പിക്കുന്നതിനുള്ള പരിശ്രമം തന്നെയാണ് യോഗാഭ്യാസം. മനസ്സിന് ഈ യോഗനില കൈവന്നാൽ യോഗിയുടെ ഉള്ളിൽ നിരപേക്ഷമായ ആത്മസുഖം പൊന്തുന്നു. സകല സുഖങ്ങളിലും വെച്ച് ഉത്തമമായ സുഖമാണിത്. വിഷയാന്തര സഹായം കൂടാതെ സ്വയം പ്രകാശിക്കുന്നുവെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉത്തമത്വം. വിഷയാഭിലാഷം കൊണ്ടുണ്ടാകുന്ന കർമ്മചലനങ്ങളുടേതായ രജസ് മുഴുവൻ ഇവിടെ അവസാനിക്കുന്നു. ബ്രഹ്മസത്തയോട് തൊട്ടുനിൽക്കുന്ന പ്രകാശമയവും സുഖരൂപവുമായ സത്വഗുണം ഇവിടെ വളർന്ന് വികസിക്കുന്നു. അങ്ങനെ നേരിട്ട് ബ്രഹ്മസത്തയിൽ നിന്നും അളവറ്റ ആനന്ദം പകർന്ന് അനുഭവിക്കാനും ആ സത്വബുദ്ധി സമർത്ഥമായിത്തീരുന്നു. പാപത്തിൻ്റെ സ്പർശം പോലുമില്ലാത്ത പവിത്ര സുഖമാണിത്. ഇവിടെ യോഗാഭ്യാസ പാടവം കൊണ്ട് ചിത്തചാഞ്ചല്യം പൂർണ്ണമായും ഒടുങ്ങുന്നു. ആത്മാവിനെ കാണാൻ കഴിയുന്നു. ജീവാത്മസ്വരൂപമായി നിന്നിരുന്ന അഹന്ത സ്വസ്വരൂപമായി പരമാത്മാവിനെ ദർശിക്കാൻ തുടങ്ങുന്നുവെന്ന് താൽപ്പര്യം. സർവോപരി സ്വസ്വരൂപത്തിൽ തന്നെ ഒടുങ്ങാത്ത ആനന്ദവും കണ്ടെത്തുന്നു. ഈ സുഖം അന്തമറ്റതാണ്. മനോനിരോധം കൊണ്ട് ഏകാഗ്രപ്പെട്ട
സൂക്ഷ്മബുദ്ധിക്കു മാത്രമേ ഈ സുഖം ഗ്രഹിപ്പാൻ പറ്റൂ. മറ്റു ജ്ഞാനേന്ദ്രിയങ്ങൾക്കൊന്നും ഇവിടെ പ്രവേശനമില്ല. ഈ സുഖാനുഭൂതിയിൽ പൂർണ്ണമായ തത്വജ്ഞാനം അനായാസേന ലഭ്യമായിത്തീരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞ ഒരാൾ ഒരിക്കലും തത്വത്തിൽ നിന്നും ചലിച്ചു പോകുന്നില്ല. ഈ സ്ഥിതി കൈവന്നാൽ ഇതിൽ കവിഞ്ഞ് ഈ ലോകത്ത് ഇനിയൊന്നും കിട്ടാനില്ലെന്ന ബോധം ഉറയ്ക്കുന്നു. ലോകത്തിലെ ഏറ്റവും പ്രബലമായ ദുഃഖം പോലും ഒരു യോഗിയുടെ മനസ്സിനെ ചലിച്ച് അവശമാക്കുന്നില്ല. മനസ്സിൻ്റെ ഈ സ്ഥിതി വിശേഷത്തെയാണ് യോഗമെന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രബലമായ ദുഃഖം പോലും ഒരു യോഗിയുടെ മനസ്സിനെ ചലിച്ച് അവശമാക്കുന്നില്ല. മനസ്സിൻ്റെ ഈ സ്ഥിതി വിശേഷത്തെയാണ് യോഗമെന്ന് പറയുന്നത്. സമത്വം യോഗ ഉച്യത്തെ. മനസ്സിൻ്റെ സമനിലയാണ് യോഗം. സകല ദുഃഖങ്ങളും ഇവിടെ എത്താൻ കഴിവില്ലാതെ അകന്നു മാറുന്നു. അതുകൊണ്ട് ബുദ്ധിയുടെ ആത്മയോഗത്തെ നമുക്ക് ദുഃഖ സംയോഗ വിയോഗം എന്ന് തന്നെ വിളിക്കാം. ബുദ്ധിയുടെ ആത്മയോഗത്തെ നമുക്ക് ദുഃഖ സംയോഗ വിയോഗം എന്ന് വിളിക്കാം. ബുദ്ധിയുടെ ഏകാഗ്രത കൊണ്ട് തന്നെ നേടിയെടുക്കേണ്ടതാണ് ഈ യോഗം. ദീർഘകാലം തളർച്ച കൂടാതെയുള്ള അഭ്യാസവും ഇതിനാവശ്യമാണ്. അഭ്യാസം കുറേശ്ശെ യോഗസിദ്ധി കൈവരുത്തുന്നു. നിരന്തരമായ അഭ്യാസവും വളർന്നു വരുന്ന യോഗാനുഭൂതിയും സാധകന്റെ ബുദ്ധിയെ സച്ചിദാനന്ദ സ്വരൂപമായ പരമസത്യത്തിൽ കൊണ്ടെത്തിക്കും. ഈ ബുദ്ധി പിന്നെ അവിടെ നിന്നും ഇളകാതാകും. ആ നിലയിൽ അനുഭവ വിഷയമാകുന്ന ആനന്ദം വാചാമഗോചരം എന്നേ പറയേണ്ടു. ബ്രഹ്മസത്തയുമായി ഇഴുകിച്ചേർന്ന് കളങ്കസ്പർശമില്ലാത്ത അനന്തസുഖം അപ്പോൾ ബുദ്ധിക്ക് ഗോചരമായി തീരുന്നു. മനോനിഗ്രഹ പ്രക്രിയ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.